ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് ഈ കമ്പക്കലിലെ കഞ്ചാവ് വേട്ടയെ ഞാൻ വിശേഷിപ്പിക്കും. കാരണം അതീവ ദുർഘടമായ ഒരു പ്രദേശത്ത് അവിടെ കടന്നു ചെന്ന് ആ കഞ്ചാവ് വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. അതിനു വേണ്ടി വരുന്ന അധ്വാനമാണ് എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞത്. അന്ന് സുഗതകുമാരി ടീച്ചറാണ് ആദ്യമായിട്ട് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നത്. അന്ന് മറയൂരിൽ നടന്ന ഒരു സംഗമത്തിൽ വെച്ച് ടീച്ചർ ഈ കമ്പക്കല്ല് പ്രദേശത്ത് നടക്കുന്ന കഞ്ചാവ് കൃഷിയെക്കുറിച്ച് പ്രസംഗിക്കുകയും ഇവിടെ ഒരു സർക്കാർ ഇതൊന്നും കാണാതെ ഉറക്കം തൂങ്ങുകയാണ് എന്ന് ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. ടീച്ചറിൻ്റെ വാക്കുകൾ എന്തായാലും ഗവൺമെൻറ്റിനെ ഒന്ന് ഉലച്ചു. മുഖ്യമന്ത്രി ഉടനെ യോഗം വിളിച്ചു. ആ യോഗത്തിൽ വെച്ചാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത്, കഞ്ചാവ് വേട്ടയ്ക്ക് പോകാൻ എല്ലാവരും റെഡിയായിക്കൂ. ഉദ്യോഗസ്ഥർ മാത്രമല്ല, മുഖ്യമന്ത്രിയും തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും അതിനകത്തുണ്ടാകുമെന്ന്. അന്ന് അദ്ദേഹം വനംവകുപ്പ് മന്ത്രിയാണ്. അതെന്ത് ഉദ്യോഗസ്ഥരെയൊക്കെ ആകെ വിറപ്പിച്ച് കളഞ്ഞു. എന്തായാലും പോകാൻ എല്ലാവരും റെഡിയായി. ഒരു 10 മീഡിയക്കാരെ കൊണ്ടുപോകണം, അവരെ സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് നിർദ്ദേശം തന്നു. ഞാനൊരു 10 മീഡിയക്കാരെ അറേഞ്ച് ചെയ്തു. അങ്ങനെയാണ് മറയൂരിൽ നിന്ന് മൂന്നാറിൽ നിന്ന് ആ യാത്ര തുടങ്ങുന്നത്. മറയൂരിൽ നിന്ന് പിന്നെ ജിപ്സിയിലാണ് പോക്ക്. മൊത്തം ഒരു 10-22 കിലോമീറ്റർ ദൂരം പോകണം. ആദ്യത്തെ ജിപ്സി യാത്രയ്ക്ക് ശേഷം പിന്നീടുള്ള ഒരു 7-8 കിലോമീറ്റർ നമ്മൾ കുത്തനെ കയറ്റം കയറണം, നടന്നു കയറണം. അപ്പോൾ അത് കാട്ടരുവി, പിന്നെ കൊടുംവനം, അതുപോലെ തന്നെ വലിയ പാറക്കെട്ടുകൾ, ഇതിൽ കൂടെയൊക്കെ താണ്ടി വേണം അവിടെ എത്താൻ. പലയിടത്തും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയൊക്കെ സെക്യൂരിറ്റിക്കാർ താങ്ങിയെടുത്തൊക്കെയാണ് പോയത്. പലവട്ടം സെക്യൂരിറ്റി കൂടെയുള്ള ഉദ്യോഗസ്ഥരും പറഞ്ഞു, ഇനി മുന്നോട്ട് പോകരുത്, അപകടമാണ്, തിരിച്ചു പോരാൻ ഇതിലേറെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ ഒട്ടും വിട്ടുകൊടുത്തില്ല. അവർ പറഞ്ഞ് നമ്മൾ പോയിരിക്കുമെന്ന്. അങ്ങനെ 8 മണിക്കൂറോളം നടന്ന് 1000 മീറ്ററോളം ഉയരത്തിൽ എത്തി. അവിടെയുണ്ടായിരുന്ന കഞ്ചാവ് കൃഷി തീയിട്ട് നശിപ്പിച്ചതിന് ശേഷമാണ് അവർ മടങ്ങിപ്പോകുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് മൂന്നാറിൽ വന്ന് പത്രസമ്മേളനം നടത്തി. അതിനകത്ത് ഒരു സുപ്രധാനമായ തീരുമാനം പ്രഖ്യാപിച്ചു. അതായത് ഈ പ്രദേശം അന്ന് വരെ റവന്യൂ വകുപ്പിൻ്റെ കീഴിലായിരുന്നു. റവന്യൂ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അത് പിന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കീറി മേയാവുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ഈ മൊത്തം പ്രദേശം വനം വകുപ്പിന് വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരു സുപ്രധാനമായ തീരുമാനവുമെടുത്തു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിശ്ചയിച്ചു. അവർക്ക് ആയുധങ്ങൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആ പ്രദേശം കഞ്ചാവ് വേട്ടക്കാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചെന്ന് മാത്രമല്ല, അത് വനം വകുപ്പിൻ്റെ കയ്യിലേക്ക് എത്താനുള്ള വഴിയൊരുക്കുകയും സുപ്രധാനമായ ആ തീരുമാനത്തിലൂടെയാണ്. അതിനിടയ്ക്ക് രസകരമായ ഒരു സംഭവം അരങ്ങേറി. തിരിച്ച് എത്തിയതിന് ശേഷം പതിവ് പോലെ പത്രസമ്മേളനം നടന്നപ്പോൾ അന്ന് നമ്മൾ 10 പേരെയാണ് കഞ്ചാവ് വേട്ടയ്ക്ക് പോകാനായിട്ട് 10 മീഡിയ പ്രവർത്തകരെയാണ് സെലക്ട് ചെയ്ത് വിട്ടിരുന്നത്. അത് മിക്സ് ചെയ്താണ്. കുറച്ച് നാഷണൽ മീഡിയ, കുറച്ച് പ്രിൻ്റ് മീഡിയ, കുറച്ച് ഇവിടെയുള്ള വിഷ്വൽ മീഡിയ, അങ്ങനെ. പക്ഷേ എല്ലാവരെയും അതിനകത്ത് പോകാൻ പറ്റാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ എനിക്കെതിരെ തിരിഞ്ഞു. പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ ചോദ്യങ്ങൾ കൊണ്ട് അവർ കുഴപ്പിച്ചു. എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുത്തത്, ആരാണിതൊക്കെ തീരുമാനിച്ചത് എന്നൊക്കെ ആയിരുന്നു ചോദ്യങ്ങൾ. അപ്പോൾ മുഖ്യമന്ത്രി പിന്നെ അതിന് മറുപടി പറഞ്ഞു,
വനം വകുപ്പ് 10 പേരെന്ന് പറഞ്ഞാൽ 10 പേർ, അതിനപ്പുറം ഒന്നുമില്ല. അത് തിരഞ്ഞെടുത്തത് സുതാര്യമായ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മീഡിയയെ അന്ന് ശാന്തമാക്കി. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പത്രസമ്മേളനം കഴിഞ്ഞ് ഒരുമിച്ചിറങ്ങുമ്പം എന്നോട് ചെവി പറഞ്ഞ്, താനായിരുന്നു കേട്ടോ അവരുടെ ടാർഗറ്റ്, ഞാൻ രക്ഷിച്ചിട്ടുണ്ട് എന്നോടിങ്ങനെ ചെവിയിൽ പറയുകയും ചെയ്തു. മുഖ്യമന്ത്രി എന്നെ സംരക്ഷിച്ച മറ്റൊരു സംഭവം പറയാം. ഒരിക്കൽ TV രാജേഷ് MLA അദ്ദേഹത്തെ ഹൈവേ പോലീസ് വഴിയിൽ വെച്ച് പിടികൂടി. അദ്ദേഹത്തിൻ്റെ കാറിന് അവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നതായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ MLAയുടെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ വനിതാ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഈ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് ഇവരെ പിടിച്ചു. MLA ആണെന്ന് അറിഞ്ഞപാടെ അവരെ വിടുകയും ചെയ്തു. പക്ഷേ ഇവരുടെ നമ്പറൊക്കെ നോട്ട് ചെയ്ത് കണ്ടപ്പോഴത്തേക്കും MLA ആകെ പ്രകോപിതനായി. അവിടെ കുറച്ച് സീനൊക്കെ ഉണ്ടായി. ഹൈവേ പോലീസ് അവരോട് അപമര്യാദയായി പെരുമാറി എന്നൊക്കെയുള്ള ആരോപണം വരികയും മുഖ്യമന്ത്രിക്ക് അത് സംബന്ധിച്ച് പരാതി കിട്ടുകയും ചെയ്തു. അതേക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിച്ചു. അപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇവർ MLA കുറ്റക്കാരനാണ്. ആ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനത് ചില മീഡിയയ്ക്ക് കൊടുത്തു. ഞാൻ വിശ്വസിച്ച് കൊടുത്ത ഏതാനും പത്രപ്രവർത്തകരിൽ ചിലർ അത് കൈരളി TVക്ക് കൊണ്ടുപോയി കൊടുത്തു. കൈരളി TV അത് വലിയ വാർത്തയാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗിക രഹസ്യങ്ങൾ ചോരുന്നു എന്നായിരുന്നു അവരുടെ ആക്ഷേപം. അസംബ്ലി നടക്കുന്ന സമയമാണ്. അസംബ്ലി നടക്കുമ്പോൾ അറിയാമല്ലോ, എന്ത് കിട്ടിയാലും വല്ലഭന് പുല്ലും ആയുധം എന്ന മട്ടിലാണ് അവിടുത്തെ പരിപാടി. എന്ത് കിട്ടിയാലും അത് ആയുധമാണ്. അന്ന് പ്രതിപക്ഷം അതെടുത്തിട്ട് അലക്കി. കോടിയേരി ബാലകൃഷ്ണൻ ഒരു സബ്മിഷനായിട്ട് അത് അവതരിപ്പിച്ചു. അപ്പോൾ ഇത് വാർത്ത വന്ന ഉടനെ അന്ന് മുഖ്യമന്ത്രി അന്ന് രാത്രി തന്നെ എന്നോട് ചോദിച്ചിരുന്നു, എന്താ സംഭവം. അപ്പം ഞാനുള്ള കാര്യം പറഞ്ഞു, എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞാനിങ്ങനെ കുറച്ച് പേർക്ക് വാർത്ത കൊടുത്തു, അതവർ ആരോ കൈരളി TVയിൽ എത്തിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതിന് എന്ത് നമ്മൾ മറുപടി പറയും. അപ്പോൾ നമ്മുടെ ഒരു പരമ്പരാഗത ശൈലിയുണ്ടല്ലോ, നമ്മളെ തന്നെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ശൈലി. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്നൊക്കെ ഇതുപോലെ ഒരുപാട് വാർത്തകൾ ചോർന്നത് അവരുടെ സ്റ്റാഫിനെതിരെ തന്നെ റിപ്പോർട്ട് വരികയും അവരിൽ ചിലരെ പുറത്താക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമുണ്ട് CPMന്. അപ്പം അതൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നായിരുന്നു എൻ്റെ മറുപടി. അപ്പോൾ എന്തായാലും പിറ്റേ ദിവസം അസംബ്ലിയിൽ കോടിയേരിയുടെ സബ്മിഷന് ഉമ്മൻചാണ്ടി സാറ് എന്നെ നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് എൻ്റെ ഓഫീസിന് ഒരു വീഴ്ച പറ്റി, അതിൽ ഞാൻ ക്ഷമാപണം നടത്തുന്നു, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു മറുപടി നടത്തി. അപ്പോഴത്തേനും ചാനലുകളിലെല്ലാം വലിയ വാർത്തയൊക്കെ നടന്നു. പ്രസ് സെക്രട്ടറിയെ തള്ളി മുഖ്യമന്ത്രി, പ്രസ് സെക്രട്ടറി രാജിക്കൊരുങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വാർത്തകളൊക്കെ വന്നു. എന്തായാലും അതോടുകൂടി ആ നിയമസഭയിൽ ആ വിഷയം അങ്ങ് തീർന്നു. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ ഒരു മറുപടിയോടുകൂടി പ്രതിപക്ഷം തൃപ്തരായി. പക്ഷേ എൻ്റെ രക്തത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളി പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അന്ന് വൈകുന്നേരം രാത്രിയിൽ അദ്ദേഹം ഫയൽ നോക്കിക്കൊണ്ടിരിക്കുമ്പം ഞാൻ ചെന്നു. അപ്പം ഞാനോർത്ത് ഇത്രയും ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടൊക്കെ ക്ഷമ പറയിച്ചിട്ട് പിന്നെ ആ ഓഫീസിൽ തുടരുന്ന ഒരു അനൗചിത്യമാണല്ലോ. അപ്പോൾ ഞാൻ എന്താ എന്നിങ്ങനെ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, തലയൊന്ന് ഉയർത്ത് എന്താന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മാറി നിൽക്കാം എന്നങ്ങ് കരുതുന്നു എന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം തല ഇങ്ങനെ ഉയർത്തി എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ രാജിവെക്കാൻ പോയാൽ ഞാനൊക്കെ എല്ലാ ദിവസവും രാജിവെക്കേണ്ടിടൂ, ഇതൊക്കെ രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് കാണണം. ഇതിപ്പം തന്നെ വ്യക്തിപരമായിട്ടൊന്നും ആക്രമിക്കുന്നതല്ല, ഇത് ഗവൺമെൻറ്റിനെതിരെയുള്ള ആക്രമണമാണ്, ഇത് എനിക്കെതിരെയുള്ള ആക്രമണമാണ്. അപ്പോൾ അതിനെയൊക്കെ ആ രീതിയിൽ വേണം നമ്മൾ കാണാൻ.
പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊക്കെ ഒരു പ്രാക്ടീസ് ആയിക്കോളും എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് സംരക്ഷിച്ച് വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം നമ്മുടെ കയ്യിൽ കുഴപ്പങ്ങളില്ല, നമ്മുടെയൊക്കെ ഒരു വീഴ്ച നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചെങ്കിലും അദ്ദേഹം നമ്മളെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കും. അത് 2004 മുതൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ സംരക്ഷണമാണ് ഞങ്ങളെപ്പോലെയുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ താങ്ങി നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ താങ്ങി നിർത്തിയത്. നാഷണൽ ഗെയിംസ് കേരളത്തിൽ നടന്നു. വലിയ ഒരു സംഭവമായിരുന്നല്ലോ. സച്ചിൻ തെണ്ടുൽക്കറായിരുന്നു അതിൻ്റെ ബ്രാൻഡ് അംബാസഡറൊക്കെ. സച്ചിൻ തെണ്ടുൽക്കറൊക്കെ വന്ന ഒരു പരിപാടിയാണത്. അപ്പോൾ കോടിക്കണക്കിന് രൂപ ചിലവുള്ള ഒരു പരിപാടിയാണ്. അന്ന് പ്രതിപക്ഷം അതിനെതിരെ രംഗത്ത് വന്നു. ദേശീയ ഗെയിംസിൽ വലിയ അഴിമതിയുണ്ട്, ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ജയിലിലടയ്ക്കും. അത് കേട്ടപാടെ ഉദ്യോഗസ്ഥരെല്ലാം വരണ്ടുപോയി. കാരണം എന്തായാലും ഇത്രയും സാമ്പത്തിക ഇടപാടുകളൊക്കെ നടക്കുന്നതാണ്, കുറച്ച് ക്രമക്കേടുകളൊക്കെ വരുമായിരിക്കുക, അല്ലെങ്കിൽ ചിലതിനൊന്നും കണക്ക് കാണുകയില്ലായിരിക്കും. പക്ഷേ നാഷണൽ ഗെയിംസ് അത്രയും വലിയൊരു ഇവൻ്റാണ്. ഉദ്യോഗസ്ഥരൊക്കെ പേടിച്ച കാര്യം മുഖ്യമന്ത്രിക്ക് മനസ്സിലായി. മുഖ്യമന്ത്രി ഉടനെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്ത് വരുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി വേറെ ആയിരിക്കില്ല, മുഖ്യമന്ത്രി തന്നെയായിരിക്കും. ഇത് മിനിറ്റ്സിൽ എഴുതി ചേർക്കണം. ഇതിനകത്ത് ഒരു ഉദ്യോഗസ്ഥർക്കും ഇതിനകത്ത് ബാധ്യത ഉണ്ടായിരിക്കില്ല. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കായിരിക്കും. അങ്ങനെ അന്ന് അത് മിനിറ്റ്സിൽ എഴുതി ചേർത്താണ് നാഷണൽ ഗെയിംസ് നടത്തിയത്. അതുകൊണ്ട് എന്തു പറ്റി? നാഷണൽ ഗെയിംസ് ഗംഭീരമായിട്ട് നടന്നു. ഉദ്യോഗസ്ഥർ പൂർണ്ണമായിട്ട് സഹകരിച്ചു. അതിനെക്കുറിച്ച് ഒരാക്ഷേപം പോലും ഉണ്ടാകുകയും ചെയ്തില്ല. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. APJ അബ്ദുൽ കലാം നമുക്കെല്ലാം അറിയാം. കേശാദിപാദം വ്യത്യസ്തനായ ഒരു രാഷ്ട്രപതിയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല രാഷ്ട്രപതിമാരിൽ ഒരാളെന്ന് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഉമ്മൻചാണ്ടി സാറും അദ്ദേഹവും തമ്മിൽ ഒരാത്മബന്ധം എവിടെയോ ഉടലെടുത്തിരുന്നു. 2005 അദ്ദേഹം കേരള നിയമസഭയിലെത്തി വിഷൻ 2010 എന്ന് പറയുന്ന ഒരു വലിയ ഒരാശയം കേരളത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. നമുക്കറിയാമല്ലോ, സാധാരണ രാഷ്ട്രപതിമാരും ഉപരാഷ്ട്രപതിമാരും ഒക്കെ ഇവിടെ വരുമ്പം ഇവിടുത്തെ മതേതരത്വം, ഇവിടുത്തെ പ്രകൃതി ഭംഗി, പിന്നെ സമുദായ സൗഹാർദ്ദം, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ APJ അബ്ദുൽ കലാം അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം കേരളത്തെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് ഒരു വിഷൻ, കേരളം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചൊരു വിഷൻ ഉണ്ടാക്കി അതൊരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിലൂടെ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ഒരു അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെയാണ് അന്ന് അദ്ദേഹം കേരള നിയമസഭയിൽ MLA-മാരുടെ മുന്നിൽ ഈ വിഷൻ അവതരിപ്പിച്ചത്. അത് എല്ലാ വലിയ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു അവതരണമായിരുന്നു അത് കഴിഞ്ഞ ഈ പരിപാടി കഴിഞ്ഞ പാടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോടെല്ലാം 5 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിൽ എത്തണമെന്ന് പറയുന്നു. 6 മണിക്ക് മുഖ്യമന്ത്രിക്ക് രാഷ്ട്രപതിയോടൊപ്പം എറണാകുളത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ 5 മണിക്ക് യോഗം ആരംഭിക്കുന്നു. മുഖ്യമന്ത്രി എവിടെ നിന്നോ പാഞ്ഞെത്തി. ആ യോഗത്തിൽ വെച്ച് വിഷൻ 2010 നടപ്പാക്കാൻ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു. എത്ര ചടുലമായൊരു തീരുമാനമായിരുന്നു അത്.
സാധാരണഗതിയിൽ ഇത്രയും വലിയ ഒരു പദ്ധതി നടപ്പാക്കാൻ എത്ര ദിവസത്തെ കൂടിയാലോചനയൊക്കെ വേണം. ഇത് പ്രഖ്യാപിച്ച് ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നടപ്പാക്കാനായിട്ടുള്ള തീരുമാനം വരികയാണ്. ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പോകാനുള്ള സമയമായി. പോലീസ് രാഷ്ട്രപതി പോകാൻ റെഡിയാണ് എന്നുള്ള വിവരം വന്നറിയിക്കുന്നു. യോഗത്തിനിടയിൽ നിന്ന് മുഖ്യമന്ത്രി ചാടി എഴുന്നേൽക്കുന്നു. അപ്പോഴത്തേക്കും ഇതിൻ്റെ ഉത്തരവ് റെഡിയാക്കണമല്ലോ. ആ ഉത്തരവ് റെഡിയാക്കിയ പേപ്പറുമായിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയോടൊപ്പം ലിഫ്റ്റിൽ ചാടിക്കയറുന്നു. ആ ലിഫ്റ്റിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ കാൽമുട്ടുയർത്തി കാൽമുട്ടേൽ വെച്ച് ആ ഫയലിൽ ഒപ്പിടുകയാണ് ചെയ്തത്. കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമായ വളരെയധികം കാര്യങ്ങൾ, അതായത് ടൂറിസം മേഖലയിലെ കാര്യങ്ങൾ, അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ്, അതുപോലെ കൂടുതൽ നഴ്സുമാരെ സൃഷ്ടിക്കൽ, അങ്ങനെയുള്ള നിർണായകമായ സുപ്രധാനമായ നിർദ്ദേശങ്ങളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അതേക്കുറിച്ച് അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരു സമിതിയെ തന്നെ അതെങ്ങനെ നടപ്പാക്കണം എന്നതിനെക്കുറിച്ച് ഒരു സമിതിയെ തന്നെ നിയമിച്ചിരുന്നു. പ്ലാനിംഗ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ വലിയ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. എന്തായാലും അതിനകത്തുനിന്ന് അതിന് 2006 മന്ത്രിസഭ മാറിയതോടുകൂടി അത് പിന്നെ മുന്നോട്ടൊന്നും പോയില്ല. പക്ഷെ അതിനു മുമ്പ് ഒരു പദ്ധതി നടപ്പാക്കി. നീര എന്ന് പറയുന്നൊരു പദ്ധതി. തെങ്ങിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പാനീയമാണത്. കള്ളുപോലെ ലഹരിയുള്ളതല്ല, പക്ഷെങ്കിൽ പ്രകൃതിദത്തവും ആരോഗ്യദായകവുമായ ഒരു പാനീയമായിരുന്നു അത്. അതിൻ്റെ നീര അന്ന് ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിലും എത്തിയിരുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ ഗതിവേഗം നഷ്ടപ്പെട്ടു. നിർഭാഗ്യവശാൽ 2025 നീരയുടെ ഉൽപ്പാദനം കേരളത്തിൽ കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അതിനകത്ത് നിർദ്ദേശിച്ചിരുന്ന 10ൽ ഒരെണ്ണം പോലും പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾക്ക് നടപ്പാക്കാനുള്ള താല്പര്യം കാട്ടിയില്ല. അപ്പോൾ ആ വിഷൻ എന്ന് പറയുന്നത് ഒരു മിഷൻ പോലും ആകാതെ അകാല ചരമം അടയുകയാണ് ഉണ്ടായത്. ഇതിനിടെ ഓർത്തിരിക്കാൻ പാകത്തിലുള്ള ഒരു രസകരമായ സംഭവമുണ്ടായി. മുഖ്യമന്ത്രി അന്ന് രാഷ്ട്രപതിയോടൊപ്പം കൊച്ചിയിലേക്ക് പോവുകയാണ്. പിന്നെ മുഖ്യമന്ത്രിയെ അറിയാമല്ലോ എല്ലാവർക്കും. മുഖ്യമന്ത്രിക്ക് സ്വന്തമായ ഫോണില്ല. കൂട്ടത്തിലുള്ളവരുടെ ഫോണിൽ വിളിച്ചാണ് എല്ലാവർക്കും മുഖ്യമന്ത്രിയെ കിട്ടുന്നത്. അന്നൊരു പുതുപ്പള്ളിക്കാരൻ ഒരു ഗൺമാനെ വിളിക്കുകയാണ്, മുഖ്യമന്ത്രിയെ ഒന്ന് അടിയന്തരമായിട്ട് കിട്ടണമല്ലോ. അപ്പം ഗൺമാൻ പതിവ് പോലെ പറഞ്ഞു, ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതിയോടൊപ്പം പോയിരിക്കുകയാണ്, അതുകൊണ്ട് വേറെ ആരും കൂടെയില്ല, രാഷ്ട്രപതി മാത്രമാണ് അവിടെയുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആ പുതുപ്പള്ളിക്കാരൻ പറഞ്ഞു, എന്നാൽ പിന്നെ ആ രാഷ്ട്രപതിയുടെ നമ്പർ ഒന്ന് തരൂ, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന്. 2006 മാർച്ച് 1 അവസാനത്തെ മന്ത്രിസഭാ യോഗം. സാധാരണ മന്ത്രിസഭാ യോഗം 9 മണിക്ക് തുടങ്ങി ഒരു 11-11:30 അവസാനിക്കും. ഈ മന്ത്രിസഭാ യോഗം അതിന് ശേഷമാണ് പത്രസമ്മേളനം. ഈ മന്ത്രിസഭാ യോഗം നടക്കുമ്പം ഈ മന്ത്രിസഭാ യോഗം നടക്കുന്ന ക്യാബിനറ്റ് റൂമിൻ്റെ തൊട്ടടുത്താണ് പ്രസ് സെക്രട്ടറിയുടെ ഓഫീസ്, ഞങ്ങളുടെ തൊട്ടടുത്ത്. അപ്പം ഈ പ്രസ് സെക്രട്ടറിയുടെ അന്ന് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ മന്ത്രിസഭാ യോഗം രാവിലെ 9 നടക്കുന്നതിനാൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ തന്നെ ആണ് കൊടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ മുറിയിൽ കൂടിയാണ് അതിലേക്കുള്ള പാസേജ്. അപ്പോൾ നമ്മൾ പാസേജ് കൊടുക്കുന്നതിനൊരു ഫീസായിട്ടൊരു ചുങ്കമായിട്ട് ഞങ്ങൾക്കും ഇതിൻ്റെ ഞങ്ങളുടെ ഓഫീസിലുള്ളവർക്കും ഓരോ പ്ലേറ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ ഈ മന്ത്രിസഭാ യോഗം ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് ഞാനൊരു കുറിപ്പ് ഇങ്ങനെ കൊടുത്തുവിടും, എപ്പോഴാണ് ക്യാബിനറ്റ് ബ്രീഫിംഗ്. അവിടെ പുറത്തൊരാൾ നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം അത് കൊണ്ടുപോയി കൊടുക്കുമ്പം തിരിച്ച് മറുപടി വരും 12:30 അല്ലെ 1 മണി എന്നൊക്കെ പറഞ്ഞ്. തുടർന്ന് നമ്മളത് മീഡിയക്കാരെ അറിയിക്കും. അത് കേട്ടാണ് അവരെല്ലാവരും ക്യാബിനറ്റ് ബ്രീഫിങ്ങിന് എത്തുന്നത്. അന്ന് നടന്ന
മന്ത്രിസഭാ യോഗം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഞാൻ 2-3 തവണ കുറിപ്പ് കൊടുത്തിട്ടും മറുപടിയൊന്നും വരുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും ലാസ്റ്റ് മന്ത്രിസഭയല്ലേ, ഒരുപാട് തീരുമാനങ്ങൾ കാണും എന്നിങ്ങനെ മനസ്സിലോർത്തു. അതിനിടയ്ക്ക് എന്നോട് പറഞ്ഞു, ആ മാതൃഭൂമി പത്രത്തിൽ ലാവ്ലിൻ കേസുമായിട്ട് ചില റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ കട്ടിങ്സ് ഉടനെ വേണമെന്ന്. അപ്പം അന്ന് മാതൃഭൂമി പത്രത്തിൽ കെ ഗോപാലകൃഷ്ണൻ ഹം സബ് ചോർ ഹേ എന്നും പറഞ്ഞ് ഒരു 1-ാം പേജിൽ ഒരു വാർത്ത എഴുതിയിരുന്നു. ഒരു അനലറ്റിക്കൽ ആയിട്ടുള്ള ഒരു ന്യൂസ്. അതായത് ലാവ്ലിൻ കേസിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒത്തുകളിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. ഹം സബ് ചോർ ഹേ, നമ്മളെല്ലാവരും കള്ളന്മാരാണ്. അപ്പോൾ ആ കട്ടിങ്സും അതിൻ്റെ കൂടെ കൊടുത്തുവിട്ടു. എന്തായാലും ഒരു 1:30 ആയപ്പോഴത്തേക്കും മന്ത്രിസഭാ യോഗം കഴിഞ്ഞ പാടെ പത്രസമ്മേളനം. അപ്പോഴത്തേനും പത്രക്കാരെല്ലാവരും അവിടെ എത്തിയിരുന്നു, അതുകൊണ്ട് പിന്നെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞ് അവസാന മന്ത്രിസഭാ യോഗത്തിലെ ഓരോ തീരുമാനങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ടിങ്ങനെ പറഞ്ഞ് ഏറ്റവും ഒടുവിലാണ് ഈ ലാവ്ലിൻ കേസിൻ്റെ കാര്യം പറയുന്നത്. അതായത് ലാവ്ലിൻ കേസ് CBIക്ക് വിടാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു, അല്ലെങ്കിൽ ശുപാർശ ചെയ്തു. അതാണ് അന്നത്തെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം. അതിനു മുമ്പ് ഈ ലാവ്ലിൻ കേസിൽ പിണറായി വിജയനൊക്കെ ഉൾപ്പെട്ട ലാവ്ലിൻ കേസ് വിജിലൻസ് അന്വേഷിക്കുകയും പിണറായി വിജയനെ എക്സോണറേറ്റ് ചെയ്ത് ഒഴിവാക്കിക്കൊണ്ട് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അത് മന്ത്രിസഭയെ അറിയിക്കാതെ, മുഖ്യമന്ത്രിയെ അറിയിക്കാതെ വിജിലൻസ് ഡയറക്ടർ അങ്ങനെ ചെയ്തതിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത നീരസവും ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ലാവ്ലിൻ കേസ് CBIക്ക് വിടാനായിട്ട് തീരുമാനിച്ചത്. അതൊരു സുപ്രധാനമായ ഒരു തീരുമാനമായി മാറി. ഒരുപാട് ചോദ്യങ്ങളെല്ലാം മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നു. ഇതൊരു രാഷ്ട്രീയ തീരുമാനം, രാഷ്ട്രീയ പകപോക്കലല്ലേ, രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുകയല്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ മുഖ്യമന്ത്രി പ്രതിരോധിച്ചത് ഈ പത്രക്കട്ടിങ് ഉയർത്തിക്കാട്ടിയാണ്. ഇത് നിങ്ങൾ പറയുന്നു ഞങ്ങളെല്ലാവരും കള്ളന്മാരാണ്, ഞങ്ങൾ എല്ലാം ഒത്തുകളിക്കുകയാണ്, ഇങ്ങനെ നിങ്ങൾ പറയുമ്പം ഞങ്ങൾക്കിനി എന്താണ് വഴി? അതുകൊണ്ട് തന്നെ വിജിലൻസ് ഡയറക്ടർ പിണറായി വിജയനെ എക്സോണറേറ്റ് ചെയ്തിരിക്കുകയാണ്, ഇനി ഇത് CBIക്ക് വിടാതെ വേറെ മാർഗമൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെ പ്രതിരോധിച്ചത്. എന്തായാലും പിന്നീട് CBI നടത്തിയ അന്വേഷണത്തിലും അതിൻ്റെ പിണറായി വിജയൻ അതിൽ പ്രതിയായിട്ട് വന്നിട്ടില്ല. ഈ ബോംബ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ആളുകളെ കൊല്ലും അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി, തീർച്ചയായിട്ടും അത് അവരെ മാത്രമല്ല, ചിലപ്പോൾ നമ്മളെ കൊല്ലുമെന്നും അറിയാം. കാരണം ഇത് വളരെ ക്രൂഡ് ബോംബാണ്, വളരെ റൂഡായിട്ടാണ് ഇതിനെ അവർ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിവെച്ച് ഈ ഒരു ബെഞ്ചിട്ട് അതിൽ കമഴ്ന്ന് കിടന്ന് അതിൻ്റെ അടിയിൽ കൂടെയാണ് ഇതിൻ്റെ വയറ് കണക്ട് ചെയ്യുന്നത്. കാരണം ഇത് കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാലും അന്നേരം കൈ പോകും. പക്ഷേ ഈ ബെഞ്ചിലിങ്ങനെ കമന്ന് കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ജീവൻ രക്ഷപ്പെടാം.